ഖത്തർ ഇപ്പോൾ ഇറാനേക്കാൾ ഇസ്രയേലിന് കൂടുതൽ അപകടകാരിയായ ശത്രുവാണെന്ന പരാമർശവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ ഇസ്രയേൽ പ്രധാനമന്ത്രി നഫ്താലി ബെനറ്റ്. ഈ വർഷം നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ തിരിച്ചെത്തുകയാണെങ്കിൽ ഖത്തറിനെ ഔദ്യോഗികമായി ശത്രു രാജ്യമായി പ്രഖ്യാപിക്കുമെന്നാണ് ബെനറ്റിന്റെ പ്രഖ്യാപനം. ഇസ്രയേൽ ചാനൽ 12-ന്റെ മീറ്റ് ദി പ്രസ് പരിപാടിയിൽ സംസാരിക്കവെയാണ് ബെനറ്റ് ഖത്തറിനെതിരെ കടുത്ത ആരോപണങ്ങളുമായി രംഗത്തെത്തിയത്. ഇസ്രയേലിനെ നശിപ്പിക്കുമെന്ന് ഇറാൻ പരസ്യമായി പറയുന്ന രാജ്യമാണെങ്കിലും ഖത്തറാണ് യഥാർത്ഥത്തിൽ കൂടുതൽ അപകടകാരിയെന്ന് ബെനറ്റ് ആരോപിക്കുന്നു. 2023 ഒക്ടോബർ 7 ആക്രമണത്തിൽ പങ്കെടുത്ത ഹമാസിന്റെ സേനയ്ക്ക് ഖത്തർ ധനസഹായം നൽകിയിട്ടുണ്ടെന്നും അൽ ജസീറ ചാനലിലൂടെ ഇസ്രയേലിനെതിരെ നിരന്തരം പ്രചാരണം നടത്തുന്നുണ്ടെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. അമേരിക്കൻ സർവകലാശാലകളിലടക്കം സ്വാധീനം ചെലുത്താൻ ഖത്തർ ശ്രമിക്കുന്നുണ്ടെന്നും നെതന്യാഹുവിന്റെ സഹായികൾ ഖത്തറിന് അനുകൂലമായി പ്രവർത്തിച്ചെന്ന ഖത്തർ ഗേറ്റ് വിവാദത്തിലും സമഗ്രമായ അന്വേഷണം വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. എന്നാൽ ബെനറ്റിന്റെ ഈ ആരോപണങ്ങളെല്ലാം ഖത്തർ പൂർണ്ണമായും തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ഗാസയിൽ ഹമാസ് പൂർണ്ണമായും ആയുധം ഉപേക്ഷിക്കുന്നതുവരെ യാതൊരു ഇളവും അനുവദിക്കരുതെന്നും ഹമാസ് ഈജിപ്റ്റ് വഴി ഡ്രോണുകളും ആയുധങ്ങളും കടത്തി വീണ്ടും ശക്തി പ്രാപിക്കുകയാണെന്നും ബെനറ്റ് പറയുന്നു. മാത്രമല്ല, വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ നെതന്യാഹു സർക്കാരിനെ അധികാരത്തിൽ നിന്ന് പുറത്തിറക്കുകയാണ് തന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രതിപക്ഷ നേതാവ് യായിർ ലാപിഡുമായി ചേർന്ന് രൂപീകരിച്ച ടുഗദർ സഖ്യത്തിന്റെ നേതൃത്വത്തിൽ വിശാലമായ സഖ്യ സർക്കാർ രൂപീകരിക്കാനാണ് താൻ ലക്ഷ്യമിടുന്നതെന്നും ബെനറ്റ് കൂട്ടിച്ചേർത്തു. നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളും സർവേ ഫലങ്ങളും ഇസ്രയേൽ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നാണ് വിലയിരുത്തൽ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.